അപ്പോൾ നമ്മൾ പനാജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വരുന്ന വഴിയിൽ നമുക്ക് ഈ ചർച്ച് കാണാൻ പറ്റിയത്. ഇത് വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്. 1543 നിർമ്മിച്ച ഒരു ദേവാലയമാണിത്. സാവോ പെദ്രോ ചർച്ചാണിത്, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പഴയകാല പോർച്ചുഗീസ് മാതൃകയിലുള്ള ആ പള്ളിയാണിത്. കാണാൻ വളരെ മനോഹരമാണ്. ഒരു കുംഭയും മണിമാളികയുമൊക്കെ മുൻപിൽ തന്നെ മുൻപിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദേവാലയം. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ചെറിയ കുരിച്ചടിയുമുണ്ട്. ഇത് നമ്മുടെ മിഷണറീസ് കൊണ്ടുവന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ള കുരിശാണ്. നമ്മുടെ ഇവിടുത്തെ കുരിശിന് വ്യത്യസ്തതയുണ്ട്. ഓരോ സഭകൾക്കും ആ കുരിശുകൾക്ക്, ഓരോ പ്രദേശത്തിനും ആ കുരിശുകളുടെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഫ്രഞ്ച് രീതിയിലുള്ള ആ പള്ളികളുടെ എല്ലാം കുരിശുകൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ ദേവാലയം, പക്ഷേ നല്ല നീളത്തിലുണ്ട് കേട്ടോ. പക്ഷേ മനോഹരമായൊരു ദേവാലയമാണ്. ചെറിയ ഡിസൈനിൽ സിമ്പിളായിട്ടുള്ള ഒരു ദേവാലയം. ഒരു വലിയ മണിമാളികയാണ് ഉള്ളത്. ഇതാ നമുക്ക് കാണാം, വലിയൊരു മണിമാളിക. ഞാൻ വരുന്ന വഴിയിൽ ഈ പള്ളിയുടെ തന്നെ ഒരു സിമിട്രി കണ്ടിരുന്നു. ഈ മലയുടെ മുകളിലാണത്. അങ്ങോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നേരെ ഇതുവഴിയെ പനാജിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പനാജി. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പള്ളിയുടെ സൈഡിലേക്ക്, ചർച്ചിൻ്റെ സൈഡിലേക്ക് സൈക്കിൾ കയറ്റി വെക്കുന്നത്. അപ്പോൾ കുഞ്ഞി ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ യാത്ര മുൻപോട്ട് പോവുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഴമേഘങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇത് നമ്മൾ പനാജിയിലോട്ടുള്ള വഴിയാണ്. നമ്മളിപ്പോൾ ബസലിക്കയൊക്കെ കണ്ട് നമ്മൾ പനാജിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ ബസലിക്കായും ഇത് പഴയ കോട്ടയുടെ മുകളിലുള്ള മലയുടെ മുകളിലുള്ള പള്ളിയുമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങ് അകലെ ആ സൈഡിൽ കാണുന്നതാണ് ആ പള്ളികൾ. വളരെ ദൂരത്തിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറ്റം കയറി ചവിട്ടിങ്ങി പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം ഈ കപ്പലുകൾ നിർമ്മിക്കുന്ന, നല്ല മെയിൻ്റനൻസ് നടത്തുന്ന യാർഡുകളാണ്. അപ്പോഴത്തെ ഇതുണ്ട്, 2 കപ്പൽ കിടക്കുന്നുണ്ടോ. ഇത് ലോഡിങ്ങിന് പോകുന്ന ചെറിയ കപ്പലുകളാണ് കേട്ടോ. ചെറിയ കപ്പലുകൾ, വലിയ കപ്പലുകളല്ല, ചെറിയ കപ്പലുകൾ. അപ്പോൾ ഈ നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുന്ന വലിയ ബോട്ടുകൾ എന്ന് പറയുകയല്ലേ, ആ സംഭവങ്ങളാണിത്. മത്സ്യബന്ധനത്തിന് പോകുന്നതല്ല യഥാർത്ഥത്തിൽ. ഇത് കപ്പലുകളാണ്, ലോഡിങ്ങാണ്. ഇവിടുന്ന് മറ്റ് കരകളിലോട്ട്, അതായത് ധാരാളം തുരുത്തുകളുള്ള പ്രദേശമാണിത്. അപ്പോൾ ആ തുരുത്തുകളിലോട്ട് സാധനങ്ങളുമായിട്ട് പോകുന്ന കപ്പലുകളാണ്. ഏതുകൊണ്ട് ഇതെല്ലാം ദ്വീപുകളാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്താലേ ഉള്ളൂ, ഈ കായലിനെ ക്രോസ് ചെയ്താലേ ഉള്ളൂ ആ ദ്വീപിലേക്ക് എത്താൻ പറ്റൂ. അവിടെയും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം, പഴയ ബിൽഡിങ്ങുകൾ ആ മലയുടെ മുകളിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം ഇതിൽ കയറിയിട്ട്, ജങ്കാറിൽ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ കായൽക്കരയിലൂടെ നമ്മൾ പതിയെ പനാജി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അങ്ങകലെയാണ് പനാജി. ആ കാണുന്ന ഏരിയയാണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പതിയെ ഈ കായൽക്കരയിലൂടെ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. ഇതുണ്ടോ, കോല ഓടുന്നുണ്ടോ, കോലയാണ് പാഞ്ഞത്. ഓൾഡ് ഗോവയിലെ പ്രധാന ഒരു ഈ കായൽ തീരത്താണ് ഞാനുള്ളത്. അങ്ങകലെ നമുക്ക് കാണുന്നത് ആ 3 പള്ളികളാണ്. അതുപോലെ തന്നെ ഓൾഡ് ഗോവയിലെ പഴയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. കായൽക്കരയിലെ പഴയ ബിൽഡിങ്ങുകൾ. അത് പള്ളിയും കാര്യങ്ങളൊക്കെയാണ്, ആശ്രമങ്ങളും പള്ളികളും ഒക്കെയാണ്. അതൊക്കെ ഇപ്പം ഹോട്ടലുകളോ റിസോർട്ടുകളോ ഒക്കെയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ പനാജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ ഒരു ക്രൂയിസ് പോകുന്നതാണ്. അതെനിക്ക് തോന്നുന്ന ഇതാണ് ജങ്കാർ സർവീസാണെന്ന് തോന്നുന്നു.
അപ്പോൾ കരയിൽ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഇതൊരു ജങ്കാർ സർവീസാണ്. അതുകൊണ്ട് ആ കാണുന്നത് അങ്ങനെ കരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധാരാളം ജങ്കാർ സർവീസുകളുണ്ട്. അവിടെ നിന്നാണ് അത് പോകുന്നത്. നമ്മൾ വന്നത് ആ കപ്പലുകൾ കിടക്കുന്ന ഏരിയയിൽ നിന്നാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും സേഫായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പോ ബസ് സ്റ്റാൻഡോ പിടിക്കണം. അതാണ് ഈ ബോട്ടുകൾ നിർമ്മിക്കുന്ന യാർഡ്. ബോട്ടുകളുടെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന യാർഡാണ് അങ്ങാകരെ കാണുന്നത്. ആ പള്ളിയുടെ താഴ്വശത്തു നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. അങ്ങേ കരയിലാണ് കൂടുതലും റിസോർട്ടുകളൊക്കെ കാണുന്നത്. അവിടെ ഒരു കോട്ട നമുക്ക് കാണാം അങ്ങകലെ. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യമില്ല. ജങ്കാർ കയറി ഒരുപാട് ദൂരം പോകണം അതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ. പക്ഷേ നമുക്ക് കൂടുതൽ സമയമില്ലാത്തതിനാലും മഴ നമ്മളെ ഒരുപാട് നശിപ്പിച്ചതിനാലും നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പനാജിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് പനാജിയുടെ ഏറ്റവും വലിയ റൗണ്ട് അബൌട്ട്. അപ്പോൾ ഞാൻ പതിയെ പനാജിയുടെ ഏറ്റവും വലിയ പാലത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വലിയ പാലമാണിത്. അപ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് പോയിട്ട് ആ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിക്കാനാണ് വിചാരിക്കുന്നത്. സൈക്കിൾ അങ്ങ് അറ്റത്താണ് ഇരിക്കുന്നത്. ഇവിടെയെല്ലാം ചളിപൊളിയായിട്ട് കിടക്കുക. അതുകൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് റൗണ്ട് അബൌട്ട്. കാണാൻ നല്ല രസമുണ്ട്. നിറയെ തൂണുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ രീതിയിൽ വിഭാഗമൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യണം. അതിനാണ് പോകുന്നത്. ക്രോസ് ചെയ്യണ ഇച്ചിരി പാടാണ്. അപ്പോഴത്തെ സീബ്ര ലൈനിൽ നമ്മൾ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാലം. കണ്ടല്ലോ, ഇത് നമ്മൾ അകലേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുപോലുള്ള മറ്റൊരു പാലത്തിൽ കൂടി വന്നതാണ്. ഇത് 2 പാലമാണ്. താഴെ ഒരു പാലമുണ്ട്, മുകളിലൊരു പാലമുണ്ട്. അപ്പോഴത്തെ ഈ സൈഡിൽ കൂടെ പോയാൽ നമുക്ക് ബോട്ട് കെട്ടി ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ പാലം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അവിടെ എല്ലാം മറച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് അബൌട്ടൊക്കെ കണ്ട് പതിയെ തിരിച്ചു പോകാം. ഇപ്പം സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. സൈക്കിൾ ദേ അവിടെയാണ് ഇരിക്കുന്നത്. സൈക്കിൾ ദേ ആണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പതിയെ ക്രോസ് ചെയ്യാം. കാറുകളും ജീപ്പുകളും ഒക്കെ പാഞ്ഞു വരുവാണ്. അപ്പോൾ ഇവിടെ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പതിയെ നീങ്ങാം. സമയമെടുക്കും. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവർക്ക് പിന്നെ സീബ്ര ലൈനെന്നോ ആ ലൈനെന്നോ ഈ ലൈനെന്നോ ഒന്നുമില്ല. പാഞ്ഞു പോവുക എന്നുള്ളതാണ്. അതാണ് ഇവരുടെ ഒരു രീതി. കണ്ടോ, അങ്ങോട്ട് പിടിച്ച ചേട്ടനാ എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കും. ഒരു ബോധമില്ലാത്ത ഡ്രൈവിങ്ങാണ്. അങ്ങോട്ട് പോയി അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അവിടുന്ന് ഒരൊറ്റ തിരി. അപ്പോൾ നമ്മൾ പതിയെ പിന്നീട് എടുത്തോട്ട് പോവുകയാണ്. ഈ എക്സിറ്റ് പിടിച്ച് നേരെ പോയാൽ നമുക്ക് ബീച്ച് സൈഡിലോട്ട് എത്താം. കായൽ തീരുന്ന ഭാഗത്ത്. ഇതിൻ്റെ അങ്ങേക്കരയിലാണ് പ്രധാനമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതിന് ശേഷം നമുക്ക് പതിയെ അങ്ങോട്ട് പോവാം. വണ്ടിയെല്ലാം ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. കുഞ്ഞിനെ ഇവിടെ തടിച്ചാക്കിയിട്ട് ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ശരി, ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൂടെ ഇവരോട് അനുവാദം ചോദിച്ചിട്ട് ഞാനിവിടെ സൈക്കിൾ വെച്ചു. ഇതൊരു ഗോഡൗണാണ്. ഇത് യോഗമന്ദിർ എന്നൊക്കെ പേരിലുള്ള പഴയ ബിൽഡിങ്ങുകൾ ആളുകൾ വാടകയ്ക്കെടുത്ത് ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ പനാജി സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ ഞാൻ പഴയ പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ച് പുതിയ പാലത്തിൻ്റെ വീഡിയോ എടുക്കാമെന്നോർത്താണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് തുടങ്ങിയത്. അതിനിടയ്ക്ക് ഒരാൾ വന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുകയുണ്ടായി. ഒരു യൂട്യൂബ് ചാനലുകാരാണ്, ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ പതിയെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കാസിനോകളും ഗവൺമെൻറ് ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാനോട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ക്രോസ് ചെയ്യാനൊരു മാർഗ്ഗമില്ല കേട്ടോ. ദൂരെ വണ്ടികൾ വരുന്നൊരു ഏരിയയാണ്. ഇതുണ്ടോ പാലത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പാലം. 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, താഴെക്കൂടെ ബൈ റോഡ് പോകുന്നു, മുകളിൽ കൂടെ 66 ഹൈവേ പോകുന്നു. 66 ഹൈവേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 66 ഹൈവേ തന്നെയാണ്.
അപ്പോൾ ആ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഈ പഴയ പാലത്തിലോട്ട് വന്നതാണ്. ഇത് പഴയ പാലമാണ്, പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിത ആ പാലമാണിത്. അപ്പോൾ ഫ്രാൻസുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ജീവിച്ച സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതുകൊണ്ട് ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഗോവയുടെ ഓൾഡ് ഗോവ, അതായത് നോർത്ത് ഗോവയാണ്. ഗോവയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതുണ്ട് പഴയ ബിൽഡിങ്ങുകളൊക്കെ നാമാശേഷമായി. അതിൻ്റെ അടിയിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. കാരണം മെയിൻ്റനൻസ് പോലും നടത്തില്ല. നമ്മൾ വെച്ചിരിക്കുന്ന കുഞ്ഞിനെ വെച്ചിരിക്കുന്ന സ്ഥലം അതുണ്ടോ, അവിടെയാണ് കുഞ്ഞിനെ വെച്ചിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. സുന്ദരിപ്പെണ്ണും സൈക്കിളും അവിടെ ഉണ്ട്. ആ ഗോഡൗണിൽ അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഏതായാലും ഗോവയിലുള്ള പലരും നമ്മളെ വീഡിയോസും ഒക്കെ ഫോട്ടോസും ഒക്കെ എടുത്തിടുന്നതുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ പരിചയപ്പെടാൻ വരുന്നുണ്ട്. ഇവിടുത്തെ കാസിനോകളും ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെയാണ് ഈ കാണുന്നത് എൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ പോയി ഒന്ന് നടന്ന്, ഒരാവശ്യമില്ല. ചേച്ചി 1 കിലോമീറ്റർ മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിലും പുറകിൽ നിന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഇതുണ്ട് ആ പാലത്തേലോട്ട് വന്നതാണ്. ഈ പാലത്തേലെ കറക്റ്റായിട്ടുള്ള വ്യൂ എടുക്കണേ അപ്പുറത്തെ സൈഡിൽ പോകണം, പുതിയ പാലത്തിൽ പോകണം. ഇത് പഴയ പാലമാണ്. അപ്പോൾ അത് പാലത്തിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. വണ്ടികൾ വരുന്നതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ആ ഗ്യാപ്പിലൂടെ ആ പാലം ഒന്ന് കാണിച്ചു തരാം. പുതിയ പാലമാണ്. ഗോവയുടെ മുഖച്ഛായ മാറ്റിയ പാലമാണത്. ഇത് ഞാനിപ്പോൾ നടക്കുന്നത് ഒരു പാലമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പഴയ മറ്റൊരു പാലം. അതേ രീതിയിൽ തന്നെയാണ് ഈ പാലവും ഉള്ളത്. പിന്നെ പാലത്തിൻ്റെ സൈഡിൽ കൂടെ താഴെ കൂടി എല്ലാം കായലിന് അതിലിട്ട് വാക്ക് വേകളുണ്ട്. നമുക്കതിലേ പോയി അപ്പുറത്തൂടെ കറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പഴയ പാലവും പുതിയ പാലവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പുതിയ പാലത്തിൻ്റെ, അതായത് പഴയ പാലത്തിൻ്റെ മുകളിൽ വന്നപ്പോൾ പുതിയ പാലത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പനാജിയുടെ ഏറ്റവും വലിയ പാലം അങ്ങേ കരയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. വളരെ ഉയരത്തിലാണ് ഈ പാലം നിൽക്കുന്നത് കേട്ടോ. കായലിൽ അടിയിലൂടെ ബോട്ടുകൾ പോകാനുള്ള ഒരു സൗകര്യം ഇട്ടിട്ട് രണ്ടാമത്തെ പാലമുണ്ട്. 2 തട്ടുകളിലാണ് ഈ പാലം. അപ്രോച്ച് ഇതിൻ്റെ ബൈ റോഡുകൾ താഴെ കൂടിയും ഹൈവേ മാത്രം മുകളിലൂടെയുമാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് വന്നിരുന്നതിൽ ഹൈവേയിലൂടെ തന്നെ കയറി വരേണ്ടി വന്നതിന് അപ്രോച്ച് റോഡ് കട്ട് ചെയ്ത് തന്നെ കയറി വരാൻ പറ്റും. ഈ സിറ്റിയിലോട്ട് കയറാതെ തന്നെ ഇവിടെ ബോട്ടുകളും ഹോട്ടലുകളും ഒക്കെയാണ് കാണുന്നത്. ആ സൈഡിൽ മുഴുവൻ ഒരു ഹാർബറാണ്. മത്സ്യബന്ധന ബോട്ടുകളാണ് അവിടെ കിടക്കുന്നത്. മത്സ്യബന്ധന ബോട്ടുകളുടെ ഒരു നിര അവിടെ കാണാൻ പറ്റും. അപ്പോൾ പഴയ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഗോവയുടെ മൊത്തം ഒരു വ്യൂ കാണുകയാണ് ഞാൻ. വളരെ മനോഹരം. ഇതാണ് ഇവിടുത്തെ സാന്താമോണിക്ക ബോട്ടിയടി. ഈ കാണുന്നതാണ് സാന്താമോണിക്ക ബോട്ടിയടി. അത് ക്രൂയിസ് കപ്പലുകളും അല്ല ക്രൂയിസ് ബോട്ടുകളുടെയൊക്കെ ഒരു സർവീസാണ് ഇവിടെ നിന്നുള്ളത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അങ്ങേ സൈഡിലാണ്. ഈ സൈഡ് മുഴുവൻ ആ സാന്താമോണിക്ക ക്രൂയിസ് ഷോ ഇതിൻ്റെ ബോട്ടിയട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ആ കാണുന്ന പ്രദേശത്താണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. അതിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ടത്. കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓവർ ബ്രിഡ്ജ് വരികയാണ്. ഇതൊരു വലിയ പാർക്കിംഗ് ഏരിയയാണ്. 5 നിലകളായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മൾ പനാജിയിൽ നിന്നും അക്കരയ്ക്കുള്ള വലിയ പാലത്തിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട റോപ്പ് ബ്രിഡ്ജ് എൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഞാനിപ്പോൾ താഴെയുള്ള ബ്രിഡ്ജിൽ വഴി ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഒരു 1.5 മണിക്കൂർ എടുത്ത് ഇങ്ങോട്ടൊന്ന് കയറാൻ പറ്റുന്നത് കൊണ്ടല്ല, ഇവിടെ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേര് സ്ട്രൈക്ക് നടക്കുകയാണ്, വഴിതടയൽ സമരം നടക്കുകയാണ്. അതുകൊണ്ട് പനാജി സിറ്റി മുഴുവൻ ബ്ലോക്കാണ്. അപ്പോൾ ശരി, നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഹോൺ അടിച്ച് വിളിച്ച് കൈവക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ചാനലിൽ ഇപ്പോൾ ഗോവയിൽ മിക്ക ചാനലിലും ഞാനും കുഞ്ഞിയും തന്നെയാണ് വിൽക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ടാക്സി ഡ്രൈവേഴ്സ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സാണ്. എന്നെപ്പോലെ തന്നെ ചെറിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മളെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്, നമുക്ക് യാത്രയിൽ സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പതിയെ പാലത്തേലോട്ട് കയറുകയാണ്. അപ്രോച്ച് റോഡ് വിട്ട് പാലത്തേലോട്ട് കയറുകയാണ്. തള്ളി കയറ്റിയതിന് ശേഷം ഇതൊരു ചെറിയ ഹൈറ്റുണ്ട്. ആ ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചവിട്ടി പോകാമെന്നാണ് കരുതുന്നത്. എൻ്റെ വലതുവശത്താണ് നമ്മുടെ വലിയ ബ്രിഡ്ജ് പോകുന്നത്. ഏകദേശം 100 അടിയോളം ഉയരത്തിലാണ് ആ ബ്രിഡ്ജ് പോകുന്നത്. കായലിൽ നിന്ന് ഏകദേശം 100 അടി ഉയരത്തിലാണ്, 100 അടി 200 അടി ഉയരത്തിലാണ് അതിൻ്റെ പില്ലറുകൾ നിൽക്കുന്നത്. പനാജിയുടെ തുറമുഖം, പാരഡൈസ് ക്രൂയിസൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടി ഇതിൻ്റെ മണ്ടലോട്ട് കയറിയത്. ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് എന്നാ പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ ഒരു ഫിഷിംഗ് ഹാർബറിലോട്ടാണ് വള്ളങ്ങൾ പോകുന്നത്. അത് കണ്ടോ, ക്രൂയിസ് കപ്പലുകളാണ് അങ്ങ് അറ്റത്ത് കിടക്കുന്നത്. ഇതും ക്രൂയിസാണ്, പാരഡൈസ് ക്രൂയിസ്. അപ്പോൾ ശരി, ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഇടി കിട്ടും. അപ്പോൾ ഇടി കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ തീരെ ചേർത്താണ് നിർത്തിയിരിക്കുന്നത്. ലൈറ്റ് വെച്ച വണ്ടികളാണ് മുഴുവൻ പോകുന്നത്. ആരെങ്കിലും പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചവിട്ടി വിട്ട് പോവുകയാണ്. അങ്ങനത്തെ ഈ ഇത്രയും വലിയ കായലിൻ്റെ മുകളിലൂടെയുള്ള യാത്ര, രണ്ടാമത്തെ പാലമാണ്. ഇപ്പോൾ നമ്മൾ വരുമ്പോഴത്തേനും ഗോവയിലോട്ട് കയറുമ്പം സൗത്ത് ഗോവേനെയും നോർത്ത് ഗോവേനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിൽ നമ്മൾ കയറിയിരുന്നു. ഇപ്പോൾ ഇതാ പനാജിയിലെ ആ വലിയ പാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മൾ മുൻപ് പോയത് ആ റോപ്പ് കെട്ടിയിരിക്കുന്ന ആ ടൈപ്പ് റോഡിൽ കൂടിയാണ്. ഇപ്പോൾ അതിൻ്റെ താഴെ കൂടിയുള്ള സാധാരണ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കായലിൻ്റെ മുകളിലാണ് കേട്ടോ, കായലിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. സിഗ്നൽ ഇവിടുത്തെ രാജ്ഭവൻ അതേ ഈ കാണുന്നത് കേട്ടോ. ഇതുണ്ടോ, നിയമസഭാ ഹാള്, രാജ്ഭവൻ എല്ലാം കൂടി ചേർന്നാണ്. ഗവർണർ ഭരണമാണല്ലോ. അപ്പോഴത്തെ ഇതാണത്. അപ്പോൾ ഈ ഹൈവേയുടെ അടിയിലാണ് കേട്ടോ. ഹൈവേ ഇങ്ങനെ നീണ്ടു നടന്ന് കിടക്കുക. കണ്ട കിടക്കുന്നത്. ഈ ഹൈവേയിലോട്ട് ഇനി പോയി കയറണം. കയറിയിട്ട് കുറച്ച് ദൂരം കൂടി പോയിട്ട് വേണം ചെല്ലാൻ. അപ്പോഴത്തെ രാജ്ഭവൻ്റെ മുമ്പിലാണ്. അവിടെ ക്ലീനിങ്ങൊക്കെ നടക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഇതൊക്കെ കാണുകയാണ്. റാണി രാജ്ഭവൻ. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, ഇനി പോവാം.